ഇനി നിലമ്പൂരിൽ സ്വർണം വാങ്ങാം ഹോൾസെയിൽ വിലയിൽ. വരുന്നു ഹയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ മൂന്നാമത് ഷോറൂം നിലമ്പൂർ വടപുറത്ത്. ഉദ്ഘാടനം മെയ് 10 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുന്നു. വിശിഷ്ടാതിഥിയായി പ്രശസ്ത പിന്നണി ഗായകൻ ഹനാൻ ഷായും എത്തുന്നു. ഏവർക്കും സ്വാഗതം. നിലമ്പൂർ നഗരസഭയുടെ കീഴിലുള്ള പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടം അപകടാവസ്ഥയിൽ. കെട്ടിടത്തിന്റെ മേൽക്കൂരയിലെ മഴവെള്ളപ്പാത്തി അടർന്നു വീണു. യാത്രക്കാരുടെ മുകളിലേക്കാണ് വീണതെങ്കിലും കാര്യമായ പരിക്കില്ല. ഇന്ന് വൈകുന്നേരം 4:30ഓടെയാണ് സംഭവം. ഈ സമയം വിവിധ ഭാഗങ്ങളിലേക്കുള്ള നിരവധി യാത്രക്കാർ ബസ് സ്റ്റാൻഡിലുണ്ടായിരുന്നു. ഏതു സമയവും കോൺക്രീറ്റ് ഉൾപ്പെടെ പൊട്ടി വീഴാവുന്ന അവസ്ഥയിലാണ്. മുൻപ് കോൺക്രീറ്റിന്റെ ഭാഗങ്ങൾ അടർന്നു വീണ് യാത്രക്കാർക്ക് ചെറിയ തോതിൽ പരിക്കുകളേറ്റ സംഭവങ്ങൾ നിരവധിയാണ്. നഗരസഭയുടെ ഈ കെട്ടിടത്തിൽ നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. റോഡിന്റെ ഫുട്പാത്തിൽ നഗരസഭാ കെട്ടിടത്തിന്റെ താഴെ ഭാഗത്ത് ബസ് കാത്തു നിൽക്കുന്ന യാത്രക്കാരാണ് അപകടത്തിൽപ്പെടുന്നത്. ഇത് പഴയ ബസ് സ്റ്റാൻഡിന്റെ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നുള്ള പൈപ്പൊക്കെ ദ്രവിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഇപ്പോൾ ഇത് വീണപ്പോൾ അതിന്റെ ഒരു സൈഡ് എന്റെ മേത്താ തട്ടിയ, വേറെ ആൾക്കും കൂടി മേത്ത് തട്ടിയിരുന്നു. അത് പെട്ടെന്ന് ആ മുകളിൽ ഇനിയുണ്ട്, ആ സൈഡൊക്കെ ഇതായി കിടക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് എടുത്ത് മാറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ ഇനി വലിയ അപകടം ഉണ്ടാവും. ഇപ്പൊ കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ലെങ്കിലും ഇനി വേറെ വല്ലവരുടെയും തലയിൽ വീണ് വലിയ അപകടം ഉണ്ടാവുന്നതിന് മുമ്പ് അത് പെട്ടെന്ന് ക്ലിയർ ചെയ്യുന്നതായിരിക്കും നല്ലത്. 40 വർഷത്തിലേറെ പഴക്കമുള്ള കെട്ടിടമാണ് അപകടക്കിണിയൊരുക്കി നിൽക്കുന്നത്. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.